ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ദില്ലി മദ്യനയ അഴിമതി കേസിൽ മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെയും പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. മദ്യനയത്തിലെ അഴിമതിയിൽ സിബിഐ എടുത്ത കേസിലാണ് ഈ നടപടി. റോസ് അവന്യൂ കോടതിയുടേതാണ് നടപടി. തെളിവുകളില്ലാതെ കേസിൽ ഉൾപ്പെടുത്തിയത് സിബിഐയെ കോടതി കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നുണ്ട്. സിബിഐക്ക് കനത്ത തിരിച്ചടിയാവുകയാണ്. ഡൽഹിയിലെ ഒരു മുഖ്യമന്ത്രിയുടെ അവസ്ഥയാണ്. അഴിമതി കേസ് അയാളുടെ മേത്ത് ചാർത്തിയിട്ട് പിടിച്ച് അകത്തിട്ട് അവസാനം കോടതിയിൽ തെളിവില്ല എന്ന് പറഞ്ഞ് വിട്ടിരിക്കുന്നു. കോടതി രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നു. ഒരു തെളിവുമില്ലാതെ ഒരു മുഖ്യമന്ത്രിയെ പിടിച്ച് നിങ്ങൾ എങ്ങനെ അകത്തിടുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഒരു മുഖ്യമന്ത്രി അധികാരം വഹിക്കുന്ന ഒരു വ്യക്തിയുടെ അവസ്ഥ തന്നെ ഇങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ സാധാരണ ഒരു വ്യക്തിയുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. കേരളത്തിൻ്റെ അകത്ത് വന്ന് ഓരോ വ്യക്തികളെയും പിടിച്ച് അറസ്റ്റ് ചെയ്യുമ്പോൾ ഒരു തെളിവ് പോലും ഇല്ലാതെയാണ് പല ആളുകളും അകത്ത് പോകുന്നത് എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്. പിടിക്കുമ്പോൾ വലിയ രീതിയിൽ വാർത്ത വരും, ദോ ഒരു പ്രതിയെ പിടിച്ചിരിക്കുന്നു, ഇന്ന കേസാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിൽ അങ്ങ് കൊടുക്കും. പക്ഷെ തെളിവില്ലാതെ വിടുമ്പോൾ ഇത് വാർത്തയാവില്ല. എങ്ങനെയുണ്ട്? ഇത് മുഖ്യമന്ത്രിയുടേതായതുകൊണ്ട് വാർത്ത വന്നു. സാധാരണ ഒരു വ്യക്തിയുടെ ആണെങ്കിലും ഒരു വാർത്ത ഉണ്ടാവില്ല. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യം ഏത് രീതിയിലാണ് കിടക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അധികാരങ്ങൾ വെച്ച് പാവപ്പെട്ട ആളുകളുടെ മേത്തേക്ക് എന്തെല്ലാം കേസുകൾ വെക്കാൻ പറ്റുമോ അതെല്ലാം അവർക്ക് യോജിക്കാത്തവരെ എല്ലാം പിടിച്ച് അകത്തിടുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ലേ ഫാസിസ്റ്റം എന്ന് പറയുന്നത്. എന്തായാലും നമ്മുടെ ഇന്ത്യയെ ദൈവം തന്നെ നിരീക്ഷിക്കണം, വേറെ വഴിയില്ല. അധികാരമോഹികൾ അധികാരം വെച്ചുകൊണ്ട് ജനത്തിൻ്റെ മേത്തേക്ക് ഒരുപാട് നികുതിപ്പണവും പെട്രോൾ വില കയറ്റവും ഗ്യാസിൻ്റെ വില കയറ്റവും വെച്ച് അഴിഞ്ഞാടി സുഖിച്ച് ജീവിക്കുമ്പോൾ പാവപ്പെട്ടവൻ ചോദ്യം ചെയ്യുമ്പോൾ അവനിക്കെതിരെ മോശപ്പെട്ട രീതിയിൽ കമൻറ്റുകളും അടിച്ച് അവനെ ഇല്ലായ്മ ചെയ്യാനുള്ള കേസുകളുമായിട്ട് ഒരുപാട് ചെയ്യുന്നത് ഏജൻസികൾ വരികയും ചെയ്യുന്നത്. എന്തായാലും നമുക്ക് ഇനി അങ്ങോട്ട് വളരെ വേണം. കാരണം അധികാരമോഹികൾ അധികാര കൊതിയും കൊണ്ട് തീർച്ചയായിട്ടും ഓരോ വ്യക്തികളെയും ഇല്ലായ്മ ചെയ്യാൻ വരും. പ്രിയ സുഹൃത്തുക്കളെ, അതിലവർക്ക് മതവും ജാതിയൊന്നുമില്ല. അവരെ സംബന്ധിച്ചോളം അവരെ സപ്പോർട്ട് ചെയ്യാത്ത എല്ലാ വ്യക്തികളും രാജ്യവിരുദ്ധമായിട്ടുള്ള ആളുകളാണ്. അവർ അതിനനുസരിച്ച് മാത്രമേ അവരോട് മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഓരോ ചലനങ്ങളും നിങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ നോക്കും. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റിൽ പറയുക. നമ്മുടെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇല്ലാത്തൊരു കേസും ഉണ്ടാക്കി അകത്തേക്ക് പിടിച്ചതിനെ പറ്റി നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റിൽ പറയുക.